മക്കയുടെ ചരിത്രത്തിൽ അന്നുവരെ കണ്ടിട്ടില്ലാത്ത വിധം ആകാശം പ്രക്ഷുബ്ധമായി. കനത്ത മേഘങ്ങൾ സൂര്യനെ മറച്ചു. പെട്ടെന്നുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ മക്കയുടെ തെരുവുകൾ പുഴകളായി മാറി. നൂറ്റാണ്ടുകളായി മക്കയുടെ അഭിമാനമായി നിലകൊള്ളുന്ന കഅബാലയത്തിന്റെ ചുവരുകൾക്ക് ആ ആഘാതം താങ്ങാനായില്ല. ഭിത്തികൾ വിണ്ടുകീറി. ഏതു നിമിഷവും തകർന്നു വീഴുമെന്ന അവസ്ഥയിലായി. മക്കക്കാർ ഭയചകിതരായി. തങ്ങളുടെ വിശുദ്ധ മന്ദിരം തകരുന്നത് അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. മഴയൊഴിഞ്ഞപ്പോൾ മക്കയിലെ പ്രമുഖ ഗോത്രങ്ങളെല്ലാം ഒത്തുചേർന്നു. കാബ പുനർനിർമ്മിക്കണം. പക്ഷേ ഒരു നിബന്ധനയുണ്ടായിരുന്നു. അധ്വാനിച്ചുണ്ടാക്കിയ പവിത്രമായ പണം മാത്രമേ ഇതിനായി ഉപയോഗിക്കാവൂ. പലിശയോ ചതിയോ കലർന്ന ഒരു നാണയത്തുട്ടുപോലും അവിടെ അനുവദിച്ചില്ല. ഖുറൈശികളിലെ ഓരോ ഗോത്രവും ഓരോ വശത്തിന്റെ നിർമ്മാണം ഏറ്റെടുത്തു. കല്ലുകൾ ചുമന്നും ചുമരുകൾ പണിതും അവർ ആവേശത്തോടെ മുന്നേറി. എന്നാൽ നിർമ്മാണം ഏതാണ്ട് പൂർത്തിയായപ്പോൾ മക്കയെ ഞെട്ടിച്ച ആ തർക്കമുടലെടുത്തു. വിശുദ്ധമായ ഹജറുൽ അസ്വദ് അതിന്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കേണ്ട സമയമെത്തി. അതൊരു വലിയ ബഹുമതിയാണ്. ഓരോ ഗോത്രത്തലവനും വാശി പിടിച്ചു. ഈ കല്ല് ഞങ്ങളുടെ കൈകൾ കൊണ്ട് മാത്രമേ വെക്കൂ. തർക്കം 5 ദിവസം നീണ്ടുനിന്നു. വാക്കേറ്റം മൂത്തു. ഒടുവിൽ ഗോത്രങ്ങൾ വാളുകൾ പുറത്തെടുത്തു. മക്കയിലൊരു വലിയ യുദ്ധം പൊട്ടിപ്പുറപ്പെടാൻ പോകുന്നു. രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാൻ ആർക്കും കഴിയാത്ത അവസ്ഥ. ആ സന്ദർഭത്തിലാണ് ഗോത്രങ്ങളിലെ മുതിർന്ന ഒരാൾ ഒരു നിർദ്ദേശം വെച്ചത്. നാളെ പുലർച്ചെ കാബയുടെ മുറ്റത്തേക്ക് ആദ്യം കടന്നുവരുന്ന ആൾ ഇതിന് പരിഹാരം കാണട്ടെ. എല്ലാവരും സമ്മതിച്ചു. പിറ്റേന്ന് പുലർച്ചെ എല്ലാവരും കണ്ണു നട്ടിരുന്നു. കാബയുടെ കവാടത്തിലൂടെ ശാന്തനായി നടന്നുവരുന്നത് മറ്റാരുമല്ല, നമ്മുടെ മുഹമ്മദ് വരുന്നു. മുഹമ്മദിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് എന്ന സന്തോഷം മക്കയിൽ മുഴങ്ങി. പ്രശ്നം കേട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്യന്തം വിവേകപൂർണമായ ഒരു വഴി കണ്ടെത്തി. അദ്ദേഹം തന്റെ പുതപ്പ് നിലത്ത് വിരിച്ചു. അതിന് നടുവിൽ ആ കറുത്ത ശില വെച്ചു. എന്നിട്ട് ഓരോ ഗോത്രത്തലവന്മാരോടും ആ പുതപ്പിന്റെ ഓരോ ഭാഗം പിടിക്കാൻ പറഞ്ഞു. ശത്രുതയിലായിരുന്നവർ ഒന്നിച്ച് ആ പുതപ്പ് ഉയർത്തി. കല്ല് യഥാസ്ഥാനത്തെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം കൈകൾ കൊണ്ട് അത് ഉറപ്പിച്ചു. ഒരൊറ്റ തുള്ളി രക്തം ചിന്താതെ ആ മഹാപ്രതിസന്ധി അദ്ദേഹം തീർത്തു. അദ്ദേഹത്തിന്റെ വിവേകത്തിൽ മക്ക വിസ്മയിച്ചു. എന്നാൽ ഈ വിജയങ്ങൾക്കൊന്നും അദ്ദേഹത്തിന്റെ ഉള്ളിലെ അസ്വസ്ഥത മാറ്റാൻ കഴിഞ്ഞില്ല. ലോകത്തെക്കുറിച്ചുള്ള വലിയ ചോദ്യങ്ങളുമായി അദ്ദേഹം ഹിറാ ഗുഹയിലെ ഏകാന്തതയിലേക്ക് കൂടുതൽ അടുക്കുകയായിരുന്നു. ചരിത്രം വഴിമാറാൻ പോകുന്നു. ലോകം കാണാനിരിക്കുന്ന ഏറ്റവും വലിയ വെളിച്ചം ഹിറയുടെ മടിത്തട്ടിൽ ഉടനുദിക്കും. ഈ വീഡിയോയുടെ പൂർണ്ണരൂപം ഇപ്പോൾ യൂട്യൂബിൽ അപ്ലോഡ്